സ്റ്റുഡൻസ്, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 2023 വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചോദിക്കുന്നില്ലായിരുന്നു. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സ്ഥിരമായി ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരുന്ന ഒരു ഏരിയ ആണ്. ഇപ്പോൾ വീണ്ടും അവർ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് ചോദിക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഈ മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. സോ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുത്ത് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഈ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു. എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ കറണ്ട് അസറ്റ്, ദി ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്, ടോട്ടൽ ലിക്വിഡ് അസറ്റ്, ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫേം. സോ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഫേമിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷന് അതിനാവശ്യമാകുന്ന തുകയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അവർക്ക് ഡേ ടു ഡേ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് തടസ്സമൊന്നും കൂടാതെ നടന്നു പോകാൻ ആവശ്യമാകുന്ന ഫണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിലൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പൊതുവേ പറയുന്നത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ? അതിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. എനിവേ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുമെങ്കിലും വർക്കിംഗ് ക്യാപിറ്റലിന് മറ്റ് പല പേരുകൾ കൂടിയുണ്ട്. സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ നമ്മൾ പറയും, ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്ന് പറയും. ഇതെല്ലാം വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മറ്റ് പേരുകളാണ്. ആൻഡ് ഇവിടെ നമ്മൾ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, പക്ഷേ ഒരു കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. സോ വർക്കിംഗ് ക്യാപിറ്റലിനെ മെയിൻലി 2 ബേസിസ് യൂസ് ചെയ്ത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒന്ന് കോൺസെപ്റ്റ് ബേസിലും മറ്റൊന്നെന്ന് പറയുന്നത് ടൈം ബേസിലുമാണ്. സോ കോൺസെപ്റ്റിന്റെ ബേസിസിൽ നമ്മൾ 2ആയിട്ടാണ് തരംതിരിക്കുന്നത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. ഇനി ടൈമിന്റെ ബേസിസിലേക്ക് വന്നാൽ അഗെയിൻ നിങ്ങൾക്ക് ഇവിടെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നോ അല്ലെങ്കിൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നോ അതല്ലെങ്കിൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്നോ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നോ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് അഗെയിൻ ഈ ടെമ്പററി അല്ലെങ്കിൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് സീസണൽ ആൻഡ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. നൗ ഈ ഓരോ ക്യാപിറ്റലിലും എന്താണ്, വർക്കിംഗ് ക്യാപിറ്റലും എന്താണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
സോ കൺസെപ്റ്റ് ബേസിൽ നമ്മൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മൾക്ക് ഈ പറയുന്ന കറണ്ട് അസറ്റിൽ നമ്മൾ നടത്തിയിരിക്കുന്ന ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ആ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ തുക, അതിനെയാണ് നമ്മൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവിൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടോട്ടൽ കറണ്ട് അസറ്റ്, മുഴുവനായിട്ടുള്ള കറണ്ട് അസറ്റിനെയാണ് നമ്മൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. കാരണം എക്സാക്ട്ലി എത്ര എമൗണ്ട് ആണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മളവിടെ പറയുന്നത്. സോ ഇറ്റ്സ് അബൌട്ട് ക്വാണ്ടം ഓഫ് ഫണ്ട്. സോ അവിടെ ക്വാണ്ടിറ്റിക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്. പക്ഷെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ ഇവിടെ ശരിക്കും നമ്മളൊരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണക്കാക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഡിസിഷൻ ഒക്കെ എടുക്കാൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുവെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത് അല്ലേ. സോ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി, നമ്മൾ അതിനെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും കൂടി വിളിക്കാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നെറ്റ് കറണ്ട് അസറ്റ് എന്നും കൂടി വിളിക്കാറുണ്ട്. ആൻഡ് വാട്ട് ഇസ് ദിസ് പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ? പോസിറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും നെഗറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് കൂടി നിൽക്കുകയാണ് കറണ്ട് ലയബിലിറ്റിയേക്കാൾ എങ്കിൽ ദാറ്റ് ഇസ് പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. നേരെ മറിച്ച് കറണ്ട് അസറ്റ് കുറഞ്ഞു നിൽക്കുകയും കറണ്ട് ലയബിലിറ്റി കൂടി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് അല്ലെ. കറണ്ട് അസറ്റ് കൂടി നിൽക്കുന്നതാണ് നമുക്ക് ഉറപ്പായിട്ടും നല്ലത്. അപ്പോൾ ദാറ്റ് ഇസ് പോസിറ്റീവ്. കറണ്ട് അസറ്റ് കുറഞ്ഞു നിന്നാൽ വിച്ച് ഇസ് നെഗറ്റീവ്. ശരിയല്ലേ? ആൻഡ് ടൈം ബേസിൽ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം പെർമനന്റ് എന്നും ടെമ്പററി എന്നും. അപ്പോൾ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? It's about minimum amount which should always be present in the business to carry out the activities without break. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിലും പെർമനന്റും ടെമ്പററി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന പേരിൽ നിങ്ങൾ സ്ഥിരമായി ഹോൾഡ് ചെയ്യേണ്ടുന്ന എമൗണ്ട് ആണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തില്ല എങ്കിൽ മുന്നോട്ടുള്ള ബിസിനസിന്റെ ഓപ്പറേഷൻസിന് അത് തടസ്സം വരുത്തും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മിനിമം എപ്പോഴും ഹോൾഡ് ചെയ്യേണ്ട തുകയാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മറ്റു പേരുകൾ പറയാറുണ്ട്. ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. സോ എമൗണ്ട് ഓഫ് ഫേം നീഡ്സ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് ലോവസ്റ്റ് പോയിന്റ് ഓഫ് ഡിമാൻഡ്. അതായത് ഈവൻ വളരെ ഡിമാൻഡ് കുറഞ്ഞ സാഹചര്യത്തിലാണെങ്കിൽ പോലും ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ പ്രൊഡക്ഷൻ അവിടുന്ന് ആവശ്യമാകുന്ന ഒരു മിനിമം എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ദാറ്റ് ഇസ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. ടെമ്പററി എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ എപ്പോഴും ഹോൾഡ് ചെയ്യേണ്ടതല്ല. നിങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച്, സീസൺ അനുസരിച്ച്, വരുന്ന ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ട വർക്കിംഗ് ക്യാപിറ്റലാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. അത് വേരി ചെയ്യും, സാഹചര്യങ്ങൾ അനുസരിച്ച് വേരി ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ്. സോ വിച്ച് ഇസ് ഓവർ ആൻഡ് എബോവ് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലിന് അല്ലെങ്കിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന് മുകളിലേക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും വിളിക്കുന്നു. അപ്പം ആ പറയുന്ന പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി വരുന്ന ചേഞ്ച് അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റലിലും ചേഞ്ച് വരും എന്നുള്ളതാണ്. അപ്പം ഇതിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, സീസണലും സ്പെഷ്യലും. സീസണൽ എന്താണ്? സീസണൽ നീഡ്സുകൾ മീറ്റ് ചെയ്യാനാണ്. ഇപ്പം നമുക്കറിയാം ഈ പറയുന്ന ജൂൺ മാസമൊക്കെ അടുക്കാറാകുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചുറ്റുമുള്ള ഷോപ്പുകളിലൊക്കെ പുതിയ തരത്തിലുള്ള കുടകൾ, ബാഗും ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ്? ജൂൺ എന്ന് പറയുന്ന മാസം ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന പ്രൊഡക്ട്സിന് ഡിമാൻഡ് കൂടുതലാണ്. അപ്പം ആ ഒരു സമയത്ത് ഇത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് പ്രൊഡക്ഷൻ കൂടുതലാണ്. ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ ഈ പറയുന്ന ഓണം, വിഷു അല്ലെങ്കിൽ ക്രിസ്മസ്, ഇങ്ങനെയൊക്കെ ഒരു ആഘോഷം വരുന്ന സമയത്ത് നമുക്കറിയാം അതാത് എന്താണോ, ഏത് പ്രൊഡക്റ്റാണോ ആ സമയത്ത് കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് അത് ആ സമയത്ത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതിനെയാണ്, അപ്പോൾ ആ ഒരു പീരീഡിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ, അതായത് ഇപ്പം ഓക്കെ ഓണം ആകാറായി, അപ്പോൾ കൂടുതൽ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ്, ആ സമയത്ത് അതിൻ്റെ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. നോർമലി അതിന് എപ്പോഴും പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷേ ഈ പീരീഡ് അതിന് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവർക്ക് ആ സമയത്ത് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ വേണ്ടതായിട്ട് വരുന്നു. സോ ദാറ്റ് ഇസ് അബൌട്ട് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം പെട്ടെന്ന് ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ്. എക്സ്ട്രാ ഓർഡിനറി നീഡ്സ് അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നാൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ദാറ്റ് ഇസ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോമ്പറ്റീഷൻ വന്നു, സ്ട്രൈക്ക് വന്നു, അല്ലെ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന സാഹചര്യങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. സോ അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇത്തവണ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നാണ് ചോദിച്ചത്. മേ ബി നെക്സ്റ്റ് ടൈം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ ടെമ്പററിയിൽ നിന്ന് ചോദിക്കാം. എനിവേ ഈ ടോപ്പിക്ക് കൃത്യമായി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടാവുന്ന ഒരു ഏരിയയാണ്. സോ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു
ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒരു ഓപ്ഷനിലേക്കും പോകേണ്ടതല്ല, വളരെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി, അതായത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ലിക്വിഡ് അസറ്റ് എന്നല്ല, ലിക്വിഡ് അസറ്റും കറണ്ട് അസറ്റും രണ്ടും രണ്ടാണ്. നമ്മൾ കറണ്ട് അസറ്റിലുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദെൻ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോങ് ടേമും ഷോർട്ട് ടേമും വരും. ഇവിടെ ലോങ് ടേം കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇല്ല അല്ലേ? സോ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. ദാറ്റ് ഇസ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ഫേംസ് ടോട്ടൽ കറണ്ട് അസറ്റ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിച്ചത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ടോപ്പിക്കും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഏതൊരു കോൺസെപ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ഏതൊരു ടൈപ്പിൽ നിന്നും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഈ ഒരു ഏരിയയിൽ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.